കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നല്ല ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി, സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച്, ചൂടേറിയ അനുഭവങ്ങളിൽ നമ്മുടെ പ്രാണനെ തണുപ്പിച്ച് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്കായി കരുതുന്ന യേശുവിനെ പത്രോസ് വെളിപ്പെടുത്തുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് നാം അവിടെ വായിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് യേശുവിന്റെ കരുതൽ കണ്ടവനാണ്. ഒരിക്കൽ അവന്റെ ശൂന്യമായ പടകിനെ യേശു നിറച്ചതാണ്. അങ്ങനെ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ അത്ഭുതവും അനുഭവിച്ച പത്രോസ്, യേശുവിനോട് കൂടെ നടന്ന യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ട പത്രോസ് താൻ നമ്മളോട് പറയുന്നു, അവൻ കരുതുന്നവനാണ് എന്ന്. യേശു നിമിത്തം പീഡനയും കഷ്ടങ്ങളും അനുഭവിച്ച് അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ പരിശോധനയിൽ കലങ്ങരുത്, ചിന്താകുലരാകരുത്. നിങ്ങളെ വിളിച്ച യേശു, നിങ്ങളിലേക്ക് കൃപ തന്ന യേശു, യേശുവിനെ കണ്ടുകൊണ്ടും വിളി കേട്ടുകൊണ്ടും അവന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം അവൻ കരുതും. അതുകൊണ്ട് നിങ്ങൾ ചിന്താകൂലം ഇല്ലാത്തവരായിരിക്കാൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കാൻ ദൈവത്തിന്റെ കരുതൽ കണ്ട പത്രോസ് ഈ വചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏതവസ്ഥകളിലും നമ്മെ നടത്തുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, ദൈവം തന്റെ സകല സൃഷ്ടികളോടും കരുതലുള്ള ദൈവമാണ്. എന്തിന്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പോലും അതിൻ്റെ ആഹാരത്തെ കരുതി എത്തിച്ചു കൊടുക്കുന്ന ദൈവത്തെയാ നാം സേവിക്കുന്നത്. അതെ, നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, കരീത്തോട്ടിലിരിക്കുന്ന ഏലിയാവിന് വേണ്ടി ദൈവം കരുതിയെങ്കിൽ, കാക്കയാ തന്റെ ഭക്തനെ ദൈവം പോറ്റിയെങ്കിൽ, നമ്മളെ പോറ്റുവാൻ, നമ്മളെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിൽ നീ വിചാരപ്പെട്ടിരിക്കുന്നുവോ, നീ ഭാരപ്പെട്ടിരിക്കുന്നുവോ, നീ വേദനപ്പെട്ടിരിക്കുന്നുവോ, അടുത്ത നിമിഷങ്ങൾ എങ്ങനെ എന്ന ചിന്താകുലങ്ങളിൽ നീ ആയിരിക്കുന്നുവോ, പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ സമർപ്പിക്കുമെങ്കിൽ, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ
അവൻ പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച പൗലോസ്, ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട പൗലോസ് ഒരു കാരാഗ്രഹ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫിലിപ്പിയിൽ ഭാരത്തോടിരിക്കുന്ന ജനങ്ങളോട്, വിചാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പൗലോസ് ഇങ്ങനെ പറയുന്നു, അവരെ ഇങ്ങനെ ഉറപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ചുറ്റുപാടുകളെല്ലാം വിചാരപ്പെടുന്ന ഒരു സമൂഹത്തെ, നിരാശപ്പെടുന്ന ഒരു സമൂഹത്തെ, പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത വലിയൊരു സമൂഹത്തെ നാം കാണുമ്പോൾ, യേശുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള പ്രത്യാശ എന്താണ്? കൈവിടാത്ത യേശുനാഥനുണ്ട്, കരുതുന്നവൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടുക, അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ ഇസഹാക്കിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത, അത് മറ്റൊന്നല്ല, പിതാവായ അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പാ, തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഇസഹാക്ക് നോക്കുമ്പോൾ ആട്ടിൻകുട്ടിയില്ല. അപ്പനോട് ചോദിക്കുന്നു, അപ്പാ, തീയും വിറകുമുണ്ട്, ആട്ടിൻകുട്ടി എവിടെ? എന്നാൽ അബ്രഹാമിന്റെ മറുപടി, മകനെ, ആ വിഷയം യഹോവ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ യഹോവ കരുതിക്കൊള്ളും. അതെ, എവിടെ എന്നുള്ള ചോദ്യം, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ, എന്താകും എന്നുള്ള ചോദ്യങ്ങൾ, അതിന് നടുവിൽ ഇതാ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തരമുണ്ട്. മകളെ, യഹോവ നോക്കിക്കൊള്ളും, മകനെ, യഹോവ നോക്കിക്കൊള്ളും, മകനെ, യഹോവ കരുതിക്കൊള്ളും. അതെ, ആ വിശ്വാസത്തിന്റെ വാക്കിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കരുതൽ ഇസഹാക്ക് കണ്ടു, ദൈവത്തിന്റെ കരുതൽ അബ്രഹാം കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ കരുതുന്ന ദൈവമാണ്. അതെ, നീ ചിന്താകുലപ്പെടേണ്ട. യേശു നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി അവൻ കരുതും. ചിന്താകുലങ്ങൾ അവന്റെ മേലിടുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിന് വേണ്ടി ചിന്താകുലപ്പെടുന്നുവോ അവിടെ നിന്റെ കരുതൽ കാണുവാൻ നിന്റെ മക്കൾക്ക് കൃപ നൽകണമേ. നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ. നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കത്ത് സൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, യേശുവേ യേശുവേ എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, ആ ക്രൂശിൽ ഞാൻ കാണുന്നു തേജസ്സിന്റെ പൊന്മുഖം. ആ സ്നേഹത്തെ ഞാൻ കാണുന്നു നാഥന്റെ കണ്ണിൽ.